ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശിവന് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തതാണെന്നും അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ സംഭവിക്കാവുന്നതാണ് പെട്ടെന്ന് ഹാർട്ടിന് ഇങ്ങനൊരു അറ്റാക്ക്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു ഇഞ്ചക്ഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ വളരെ അപകടത്തിലോട്ടാണ് ശിവൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പ്രകാശ് ശാലിനിയോട് പറയുമ്പോൾ ശാലിനി പറയുന്നു, ഞാൻ എത്രയും പെട്ടെന്ന് മരുന്ന് ഇവിടെ എത്തിക്കാം എന്ന് പറഞ്ഞ് ശാലിനി പെട്ടെന്ന് കാർ എടുത്തുകൊണ്ട് പോവുകയാണ്. പ്രകാശ് ആണെങ്കിൽ ശിവന്റെ BP ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എന്തോ വലിയ വിഷമം പോലാണ് പ്രകാശിന്റെ മുഖത്ത്. ഈ സമയം ശാലിനി ആണെങ്കിൽ അനുവിനെ ഫോൺ ചെയ്ത് വിളിച്ചിട്ട് പറയുന്നു, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് മെഡിസിൻ വേണം. ഈ സമയത്ത് ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പ് തുറന്നിരിപ്പോൾ ഉണ്ടാവുമോ? മേഡം ഇപ്പോൾ എവിടെ, വീട്ടിലാണോ? അല്ല, ഞാൻ ഈ KNB ജംഗ്ഷൻ അടുത്തുണ്ട്. അവിടെയെങ്കിലും മെഡിക്കൽ ഷോപ്പ് കാണാൻ സാധ്യതയില്ലല്ലോ മേഡം. പിന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മെഡിക്കൽ ഷോപ്പുണ്ട്. ഞാൻ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. വേഗം വനു, ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ എത്രയും പെട്ടെന്ന് വേണം. എന്നിട്ട് എനിക്ക് അയാളുടെ നമ്പരും ഇങ്ങോട്ടിട്. മേഡം, ആ മരുന്നിൻ്റെ പേരും ബാക്കി ഡീറ്റെയിൽസൊക്കെ എനിക്ക് ഫോണിലോട്ട് സെൻഡ് ചെയ്തേരെ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ഈ പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു 5-6 കിലോമീറ്റർ പോകേണ്ടി വരും. അതൊന്നും കുഴപ്പമില്ലനു, എനിക്ക് എത്രയും പെട്ടെന്ന് മരുന്ന് കിട്ടണം. എന്നാൽ ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ മേഡം. പ്രകാശ് ചന്ദ്രയെ വിളിക്കുന്നുണ്ട്. പ്രകാശേ, നീ അവിടെ എത്തിയോ? ഞാനിവിടെ എത്തി ചന്ദ്ര. ശിവേട്ടനെ പരിശോധിച്ച്. എന്താ എൻ്റെ ഏട്ടന് പറ്റിയത്? എൻ്റെ ചന്ദ്രയെ ഞാനൊന്ന് പറയട്ടെ, നീ ഇങ്ങനെ ധൃതി പിടിക്കാതെ. നിന്റെ ചേട്ടന് ഹാർട്ട് കംപ്ലൈൻ്റ് ആയവർക്ക് സംഭവിക്കുന്ന പെട്ടെന്നുണ്ടായ ഒരു സ്ട്രോക്കാ ചന്ദ്ര. ഇത് 1000-ൽ 1-2 പേർക്ക് വരാവുന്നൊരവസ്ഥയാണിത്. എൻ്റെ ഏട്ടന് എന്തെങ്കിലും പറ്റുമോ? പ്രകാശ്, നീ അത് ആദ്യം പറ. ഇപ്പോഴിതൊരു അപകടാവസ്ഥയിൽ തന്നെയാണ് ചന്ദ്രയെ. ശ്രദ്ധിച്ചില്ലെങ്കിലും മരണം വരെ സംഭവിക്കാം. പ്രകാശേ, എൻ്റെ ഏട്ടൻ എന്നും പറഞ്ഞ് ചന്ദ്ര കരയുവാണ്. നീ കരയാനോ സങ്കടപ്പെടാനോ വേണ്ടി പറയുന്നതല്ല. രോഗത്തിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പ്രകാശേ, എന്നാൽ എത്രയും പെട്ടെന്ന് എൻ്റെ ഏട്ടനെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി എത്തിക്ക്. ചന്ദ്ര, ഈ രോഗാവസ്ഥയ്ക്കൊരു സമയക്രമമുണ്ട്. അതിനിടയിൽ ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ നമുക്ക് ശിവേട്ടനെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ആ ഇഞ്ചക്ഷൻ വാങ്ങിക്കാൻ വേണ്ടി ശാലിനി ചേച്ചി പോയിട്ടുണ്ട്. അടുത്തെങ്ങും വേറെ ഹോസ്പിറ്റലല്ല. ഈ ഒരു കണ്ടീഷനിൽ ശിവേട്ടനെയും കൊണ്ട് അത്രയും ദൂരം അങ്ങ് പോകാനും പറ്റില്ല. അതുകൊണ്ട് ഇഞ്ചക്ഷൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതേ മാർഗമുള്ളൂ. പ്രകാശെ, എൻ്റെ ഏട്ടനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് വരാം. ചന്ദ്രയെ നീ ധൃതി പിടിച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ശിവേട്ടന് ഒരാപത്തും വരാതെ ഞാൻ രക്ഷിക്കാം. ആ ഇഞ്ചക്ഷൻ കൃത്യസമയത്ത് എടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ. എന്നാലും എനിക്കിവിടെ നിൽക്കാനാകില്ല പ്രകാശ്. എൻ്റെ ഏട്ടന് ഇത്രയും ക്രിട്ടിക്കലായ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത്? എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഞാൻ വന്നോളാം. എനിക്ക് എൻ്റെ ചേട്ടനെ കാണണം. ചന്ദ്ര എന്നിട്ട് ആരും കാണാതെ ഡോറ് തുറന്ന് പുറത്തോട്ട് വരുമ്പോൾ ദാണ്ട സെക്യൂരിറ്റി മൊബൈലും ഞോണ്ടിക്കൊണ്ടിരിക്കുന്നു. SI സോമശേഖരനും കുറേ ആൾക്കാർ നൈറ്റ് പെട്രോളിംഗ് ആണെന്ന് തോന്നുന്നു അവിടെ റോഡിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശാലിനി അനുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അനു, എനിക്കൊരു ഉപകാരം കൂടെ ചെയ്തു തരേണ്ടതുണ്ട്. മേഡം പറഞ്ഞോ മേഡം. ശാലിനി അവിടെ നിൽക്കുന്ന പോലീസുകാരും ഒന്നും കണ്ടതുമില്ല. ശാലിനി ഇങ്ങനെ വളരെ സ്പീഡിൽ ഫോൺ സംസാരിച്ചുകൊണ്ട് പോവാം. സോമശേഖരൻ പറയും, ആഹാ, അമിത വേഗത്തിൽ പോകുന്നോ പോരാഞ്ഞിട്ട് ഫോൺ സംസാരിച്ചുകൊണ്ട് പോകുന്നോ? അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. എടോ, വണ്ടി എടോ, വേഗം കയറടോ എന്നും പറഞ്ഞ് സോമശേഖരനും കൂട്ടാളികളും ശാലിനിയുടെ പുറകെ വെച്ച് പിടിക്കുവാണ്. അനു പറഞ്ഞ മെഡിക്കൽ ഷോപ്പ് ഞാൻ ഏകദേശം അടുത്തെത്താറേ. എളുപ്പമൊന്ന് തുറക്കാൻ പറയണേ. അത് ഞാൻ വിളിച്ച് പറഞ്ഞോളാം മേഡം. മേഡം അവിടെ ചെന്നാൽ മതി. ഞാൻ എന്താണ് ഇപ്പോൾ എത്തുമെന്നൊന്ന് വിളിച്ച് പറഞ്ഞുതരാം. സോമശേഖരൻ പോലീസുകാരോട് പറഞ്ഞു, ഓവർടേക്ക് ചെയ്ത് നിർത്തണോ വണ്ടി. അങ്ങനെ ശാലിനിയുടെ വണ്ടിയുടെ മുന്നിൽ കൊണ്ടുവന്ന് പോലീസ് ജീപ്പ് അങ്ങ് നിർത്തി. സോമശേഖരൻ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ കാറിൽ ശാലിനി ആയിരിക്കുന്നത്. ശാലിനി ദേഷ്യത്തോടെ കാറിൽ നിന്ന് ഇറങ്ങി വരിക. എന്താ നിങ്ങൾക്ക് വേണ്ടത്? അയ്യോ, കളക്ടർ മേഡമായിരുന്നോ? ഞങ്ങൾ നോക്കിയപ്പോൾ മൊബൈലിൽ സംസാരിച്ചുകൊണ്ടൊരു സ്ത്രീ വണ്ടി ഓടിച്ചു വരുന്നു. അപ്പോൾ അവരെ പിന്തുടർന്ന് ഞങ്ങൾ വന്നതായിരുന്നു. പക്ഷെ അതൊരിക്കലും മേഡമാണെന്ന് വിചാരിച്ചില്ല. എന്നാൽ ശരി, ഇപ്പം കണ്ടല്ലോ, എന്നാൽ ഇനി പോകാമല്ലോ. അതല്ല മേഡം, നിയമം രക്ഷിക്കേണ്ട നമ്മൾ തന്നെ നിയമം ദുർവിനിയോഗം ചെയ്യുമ്പോൾ തനിക്കിപ്പോൾ എന്താ വേണ്ടത്? എൻ്റെ പേരിൽ കേസെടുക്കണോ? എന്നാൽ പോയി കേസെടുക്ക്. എന്തായിരിക്കും താൻ എൻ്റെ പേരിൽ കേസെടുക്കാൻ പോകുന്നത്? സെക്ഷൻ 183 അമിത വേഗം. അതിനപ്പുറം ഒന്നും ചെയ്യാനില്ലല്ലോ. പിന്നെ ഈ മൊബൈലിൻ്റെ ഉപയോഗം, അതിന് തനിക്ക് ചേർക്കാൻ പറ്റുന്ന വകുപ്പുകളൊക്കെ ചേർത്തൊരു കേസ് അങ്ങ് ഉണ്ടാക്കിക്കോ. ഞാനത് കാണേണ്ടവരെയൊക്കെ കണ്ട് നേരിടേണ്ട രീതിയിൽ തന്നെ അങ്ങ് നേരിട്ടോളാം. തൻ്റെ ഈ മൂപ്പിളമ നോക്കാത്തുള്ള ചാട്ടം ഉണ്ടല്ലോ, അത് തൻ്റെ നാശത്തിനാ. പറഞ്ഞില്ലെന്ന് വേണ്ട എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ കാർ ഓടിച്ച് ശാലിനി പോവുക. സോമശേഖരൻ വേണ്ടായിരുന്നു എന്നിങ്ങനെ നാണിച്ചവിടെ നിൽക്കുന്നുണ്ട്. ഈ സമയം ശിവന്റെ ബോഡി കണ്ടീഷൻ ആകെ മാറുവാണ്. പ്രകാശ് ആകെ ഭയപ്പെടുന്നുണ്ട്. പ്രകാശ് ശിവന്റെ കാലിന്റെ പാദമൊക്കെ ഇങ്ങനെ ശരിക്ക് തിരുമ്മി ചൂടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശിവന്റെ കണ്ടീഷൻ വളരെ മോശമാകുവാണ്. പ്രകാശിന് കരച്ചിൽ വരുന്ന പോലൊക്കെ തോന്നുന്നു. റാണിയും വളരെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. റാണി പ്രകാശിനോട് ചോദിക്കുന്നത്, എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? 10 മിനിറ്റിനുള്ളിൽ ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ ബോഡി കംപ്ലീറ്റ് ഡെഡാകും. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ സമയത്ത് തന്നെ ചെയ്യണം. ശാലിനിയാണ് ഈ വണ്ടി ഇങ്ങനെ സ്പീഡിൽ ഓടിച്ചു വരിക. അതാണ്ട് അങ്ങനെ മെഡിക്കൽ സ്റ്റോപ്പിൻ്റെ വാതിക്കൽ എത്തി ശാലിനി മെഡിക്കൽ ഷോപ്പിലോട്ട് ഓടുവാണ്. വല്ലാത്തൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിപ്പിച്ച്. അത് സാരമില്ല, കാര്യമല്ല, അനു എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശാലിനി മരുന്നിൻ്റെ ബില്ലൊക്കെ അടച്ചിട്ട് അവിടെ നിന്ന് ഓടുവാണ് കാറിലോട്ട്.
ഈ സമയത്ത് ചന്ദ്ര എങ്ങനെയോ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിതാ റോഡിൽ വന്ന് നിൽക്കുക. ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ആ ഓട്ടോറിക്ഷയിൽ ഓട്ടോ ഡ്രൈവർ അല്ലാതെ വേറെ ഒരുത്തനുമുണ്ട്. അയാൾ ചോദിക്കുന്ന എവിടെ പോകാനാ? എനിക്ക് KNB ജംഗ്ഷൻ അടുത്തുള്ള ഒരു വീട്ടിൽ പോകാൻ എന്നിങ്ങനെ ചന്ദ്ര പറയുക. കൊണ്ടുപോയി വിട്ടാൽ മതിയോ അതോ തിരിച്ചു കൊണ്ടുവരണം? കാരണം ഞങ്ങൾ ഓട്ടം കഴിഞ്ഞ് പോവുക. അപ്പോൾ ഓട്ടോയ്ക്കകത്തിരിക്കുന്നവനോട് ഡ്രൈവർ പറയുന്നത്, എടാ നീയൊന്ന് ഇറങ്ങിക്ക്. ആ ഇറങ്ങിയവൻ വളരെ യോഗ്യനെ പോലെ സംസാരിക്കും. കാലം വളരെ മോശമാപങ്ങളെ. സാധാരണ ഞങ്ങൾ ഓട്ടം കഴിഞ്ഞ് പോയി ആരെയും അങ്ങനെ ഓട്ടോറിക്ഷയിൽ കയറ്റാറില്ല. അതൊക്കെ വള്ളിയാകുമെന്നേ. പിന്നെ ആ സമയത്തൊരു പെണ്ണ് കൈ കാണിക്കുമ്പോൾ പിന്നെ നിർത്താതിരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് കുറച്ച് മനുഷ്യത്വം ഉണ്ടായിപ്പോയി. ഞങ്ങൾ KNB ജംഗ്ഷൻ വരെ കൊണ്ടാക്കി തരാം. പിന്നെ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോയിക്കോളൂ. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അയ്യോ വലിയ ഉപകാരം ചേട്ടാ. ഞങ്ങളെപ്പോലുള്ള നല്ല മനസ്സുള്ള ഓട്ടോക്കാരെയൊന്നും ഇപ്പോൾ കണി കാണാൻ കിട്ടില്ല പെങ്ങളെ. ഇപ്പം തന്നെ കുട്ടിയെ കണ്ടിട്ട് ഇത്ര നേരമായി. ഞങ്ങൾ എന്തെങ്കിലും മര്യാദകേട് കാണിച്ചോ? ഇല്ലല്ലോ. അതാണ് വളർത്തുഗുണം. ഞങ്ങളെ ഞങ്ങളുടെ വീട്ടുകാരെ അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഏത് പാതിരാത്രിക്കും ഏത് സ്ത്രീക്കും ഞങ്ങളുടെ ഓട്ടോയിൽ യാത്ര ചെയ്യാം. ഞാനേ എൻ്റെ ഏട്ടന് സുഖമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാ. അതുകൊണ്ട് എന്നെ ഒന്ന് വേഗം വിട്ടേക്കാം. അതിനെന്താ, വിട്ടേക്കാമല്ലോ. പെങ്ങളകത്തോട്ട് കയറിയാട്ടെ, ഞാൻ ഈ സൈഡിൽ ഇരുന്നോളാം എന്നും പറഞ്ഞ് ചന്ദ്രയെ കയറ്റിയിട്ട് അവൻ ആ സൈഡിലിരിക്കുവാണ്. അങ്ങനെ അവർ ഓട്ടോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഓട്ടോ ഓടിക്കുന്നവനും അതിനകത്തിരിക്കുന്നവനും അത്ര ശരിയല്ലെന്ന് മനസ്സിലാകുന്നു. അവർ പരസ്പരം നോക്കുകയും കണ്ണിറുക്കി കാണിക്കുകയും ഒരു കള്ള ചിരിയൊക്കെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പതുക്കെ പതുക്കെ അവൻ്റെ ഭാവങ്ങൾ മാറി. അവൻ പയ്യെ അവൻ്റെ കൈ ചന്ദ്രയുടെ തോളിലോട്ട് വെക്കുവാണ്. ചന്ദ്ര ദേഷ്യത്തോടെ അവൻ്റെ കൈ പിടിച്ചെറിയുന്നുണ്ട്. പിന്നെയും അവൻ അതുപോലെ ആവർത്തിക്കുക. ചന്ദ്രയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അവൾക്ക് മനസ്സിലായി ഇതെന്തോ അപകടത്തിലോട്ടാണല്ലോ പോകുന്നതെന്ന്. അവന്മാർ റൂട്ട് മാറ്റിയാണ് പോകുന്നത്. ചേട്ടാ, ഇത് KNB റോഡിലോട്ട് പോകുന്ന റൂട്ടല്ലല്ലോ, ഈ റൂട്ടിൽ കൂടെയും പോകാം എന്നിങ്ങനെ ഡ്രൈവർ പറയുക. എന്നാൽ അങ്ങനെ വേണ്ട, എനിക്കറിയാൻ വയ്യാത്ത വഴി കൂടി എന്നെ കൊണ്ടുപോകണ്ട. വണ്ടി തിരിക്കാനാ പറഞ്ഞത്. അടങ്ങിയിരിക്കടി അവിടെ. രാത്രിയെന്നില്ല പകലെന്നില്ലാതെ പെണ്ണുങ്ങൾ ഇറങ്ങിക്കോളും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. എന്നിട്ട് ഞങ്ങൾ ഉപദ്രവിച്ചെന്നും പറഞ്ഞ് പരാതി. അവൻ ചന്ദ്രയുടെ കൈക്ക് ഇങ്ങനെ കയറി മുറുക്ക പിടിച്ചിരിക്കുക. നീയൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതുകൊണ്ടല്ലേ ഞങ്ങൾ കുറ്റക്കാരാകുന്നത്. വണ്ടി നിർത്താനാ പറഞ്ഞത്. പിന്നെ റഹീമിൻ്റെ കയ്യിലോട്ട് ഓടിക്കേറിയ പെണ്ണിനെ റഹീം വിടാനോ? വണ്ടി നിർത്താനല്ലേ പറഞ്ഞ, അല്ലെങ്കിൽ ഞാൻ ചാടും. നീ ചാടാനൊരുങ്ങുവാണെങ്കിൽ നിന്നെ ഞങ്ങൾ ഇതിനകത്തിട്ട് കൊല്ലുവടി എന്നും പറഞ്ഞ് അവനെ അവിടെ കഴുത്തിനിങ്ങനെ പിടിക്കുന്നുണ്ട്. പിടയ്ക്കാതിരിക്കടി അവിടെ എന്നും പറഞ്ഞ അതിനകത്ത് പിടിവലി നടക്കും. നീ വണ്ടി അങ്ങോട്ട് വിടറാ എന്നിങ്ങനെ പുറയിലിരിക്കുന്നവൻ പറയുക. ചന്ദ്ര ഒച്ച വെച്ച് കരയുകയും മാക്സിമം അവന്മാരോട് പോരാടുകയും ചെയ്യുന്നുണ്ട്. ഗത്യന്തരമില്ലെന്ന് കണ്ടപ്പോൾ ചന്ദ്ര ഒരേറ്റ പണിയും കൊടുത്ത് അവൻ്റെ കൈ പിടിച്ച് ശരിക്കും കടിച്ച് അവൻ പെട്ടെന്ന് അയ്യോ എന്നും പറഞ്ഞ് കൈ വിടുകയും ചന്ദ്ര ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയ ഒരു ഓട്ടോറിക്ഷക്കാരൻ എടിയെന്ന് പറഞ്ഞ് പുറകിൽ വരിക. നിക്കടി അവിടെ നിന്ന് പറഞ്ഞ് അവന്മാർ രണ്ടുപേരും കൊണ്ട് ഓടി വന്ന് ചന്ദ്രയുടെ കൈക്ക് പിടിച്ചിങ്ങനെ വലിക്കുക. വാടി ഇവിടെ നിന്നും പറഞ്ഞതല്ലേടി നിന്നെ കൊണ്ടുചെന്ന് വിടാവുന്ന. പെണ്ണുങ്ങളായല്ലേ കുറച്ചൊക്കെ അടങ്ങണം. വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞ് വലിച്ചുകൊണ്ട് വരുവാണ് അവർ ഓട്ടോറിക്ഷയ്ക്ക് അടുത്തോട്ട്. ചന്ദ്ര എന്നെ വിടാൻ പറഞ്ഞ ചന്ദ്ര ഒച്ചത്തി കരയുന്നുണ്ട്. അവന്മാർ പറയാം, നീ കരയടി കര. പെണ്ണുങ്ങൾ ഒച്ചത്തി കരയുന്ന കേൾക്കുന്നത് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. താണ്ട വരുന്നത് നമ്മുടെ ശാലിനിയുടെ കാർ അങ്ങോട്ട്. ശാലിനി ആ രംഗം കാണുന്നുണ്ട്. നമ്മുടെ ശാലിനി ആ കാറിൽ നിന്ന് ഒരു 1.5 വരവായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ശാലിനി അടുത്തോട്ട് വരുന്നതും അവന്മാരുടെ കയ്യിൽ നിന്ന് വിടിവിച്ച് ചന്ദ്ര ചേച്ചിന്നും പറഞ്ഞ് ഓടിപ്പോയി ശാലിനി കെട്ടി അങ്ങ് പിടിക്കുവാണ്. ആ റഹീമ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെ പറയാം, എടാ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണെന്ന് തോന്നുന്നു. എല്ലാം നമ്മളെ തേടി നമ്മുടെ അടുത്തോട്ട് തന്നെ വരുവാണല്ലോ. ശാലിനി ആരാണെന്ന് അറിയാതാണ് അവൻ്റെ പറച്ചിൽ. വന്നതും കൊള്ളാം, നിന്നതും കൊള്ളാം. നമ്മുടെ ശാലിനി ആ സാരിയൊക്കെ കൊണ്ട് വലിഞ്ഞു മുറുക്കി അങ്ങോട്ട് ചുറ്റിക്കൊണ്ട് ഒരു നോട്ടമൊക്കെ നോക്കുന്നുണ്ട്. എന്നാലേ ഇനി നിങ്ങളെ ഒന്നും കൊള്ളില്ല, ഒരു കാശിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് തീരെ എന്നാണ്ട് ശാലിനി കാല് പൊക്കി അവൻ്റെ നെഞ്ച് നോക്കി ഒരൊറ്റ തൊഴി. അവൻ ദാ ദൂരെ പോയി തെറിച്ചങ്ങ് വീണ്. എടീന്ന് വിളിച്ച് അടുത്തവൻ വരുമ്പോൾ അവൻ്റെ കൈതാ തിരിച്ചൊടിച്ചിട്ട് കൊടുത്തൊരു ഒറ്റയിടി അവൻ്റെ നാവിക്ക്. അവന്മാർ എഴുന്നേറ്റ് വന്ന് ശാലിനിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ ശാലിനി മറ്റവനെ ചവിട്ടി താഴെയിട്ട് അവൻ്റെ നെഞ്ചത്ത് കാലുകൊണ്ട് ചവിട്ടിക്കൊണ്ട് മറ്റവൻ്റെ കൈ ഇങ്ങനെ പിരിച്ചോടിക്കുവാണ്. അങ്ങനെ രണ്ടിനെ എടുത്തിട്ട് പന്തടിക്കുവാണോ ഫുട്ബോൾ അടിക്കുവാണോ എന്തുവാന്നറിയില്ല, ആ രീതിക്ക് നമ്മുടെ ശാലിനി ഇട്ട് പറത്തിയിട്ട് അടിക്കുവാന്നവന്മാർ. ശാലിനിയുടെ ആ ഫൈറ്റ് കണ്ട് ചന്ദ്ര ഇങ്ങനെ അതിശയത്തോടെ വായും വളർന്ന് നോക്കി നിൽക്കുക. ശാലിനിയുടെ കലി ഒട്ടും അടങ്ങിയിട്ടില്ല. ശാലിനി പിന്നെ അവന്മാരെ എടുത്തിട്ട് അടിക്കുവാണ്. ഇടിയും കൊണ്ട് അവന്മാർ തെറിച്ച് വീഴുക. അവിടെ ചെന്ന് വീണ്ടും എടുത്തിട്ട് ചവിട്ടുവാണ്. അടി കൊണ്ട് പൊളഞ്ഞ് കരയുന്ന അവന്മാരുടെ പെട്ടെന്ന് ശാലിനി ചന്ദ്രയുടെ ഫോൺ വാങ്ങി അവന്മാരുടെ ഫോട്ടോയും ഓട്ടോറിക്ഷയുടെ നമ്പരും എല്ലാം ശാലിനി ഇങ്ങനെ ഫോട്ടോ എടുക്കുവാണ്. രണ്ടവന്മാർക്ക് ഓരോ ചവിട്ടൂടെ കൊടുത്തിട്ട് പറയാം, ഞാൻ ശാലിനി, ജില്ലാ കളക്ടർ. ഇപ്പം സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെ വിളിച്ചു വരുത്തി പൊക്കാനൊന്നും എനിക്ക് നേരമില്ല, പക്ഷേ നിനക്കൊക്കെയുള്ള പണി പിന്നാലെ വന്നോളൂ എന്നും പറഞ്ഞ് വീണ്ടും ഒരുത്തനൊരു ഒറ്റ ചവിട്ട്.
നിന്നെപ്പോലുള്ള ഓട്ടോറിക്ഷക്കാരാടാ മറ്റുള്ള ഓട്ടോറിക്ഷക്കാരുടെ പേര് കളയുന്നത്. ശിവന്റെ അവസ്ഥയാണെങ്കിൽ വളരെ മോശമായി കഴിഞ്ഞ്. പ്രകാശ് കരയുവാണ്. ശിവന്റെ നെഞ്ചൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രകാശ്. ശ്വാസം എടുക്കാൻ ശിവൻ ബുദ്ധിമുട്ടുന്നുണ്ട്. റാണി പറയാം, അയ്യോ കണ്ടിട്ട് സഹിക്കുന്നില്ല, എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്, ഈ വലി കാണാൻ പറ്റുന്നില്ല. ശിവന്റെ പൾസ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുവാണ്. പ്രകാശ് സങ്കടത്തോടെ പറയുക, എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും ഇനി ചെയ്യാനില്ല. പറഞ്ഞ സമയത്തിനുള്ളിൽ ആ മരുന്ന് ശിവേട്ടന് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ശിവേട്ടനെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ പകുതി മരിച്ച അവസ്ഥയില്ല. ബാക്കി പകുതിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും. അല്ലാതെ ഈ അവസ്ഥയിൽ എനിക്കൊന്നും പറയാനില്ല. പപ്പി, സത്യേ എന്നിങ്ങനെ നാക്ക് കുഴഞ്ഞ് ശിവൻ പറയുന്നുണ്ട്. ശിവേട്ടൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? പപ്പി, സത്യേ, ഇത് മാത്രമാണ് ശിവന്റെ വായി വരുന്നത്. അയ്യോ റാണി, പപ്പീനും സത്യേനും ഒക്കെ ആണല്ലോ പറഞ്ഞത്. ആരൊക്കെ ഇവരൊക്കെ? അയ്യോ എനിക്കും അറിയില്ല. ഞാൻ ഈ പേരുകളൊക്കെ ഇപ്പോഴാണ് കേൾക്കുന്നത്. പെട്ടെന്ന് ശിവന്റെ ദൃഷ്ടി മറയുന്ന പോലെ അയ്യോ ശിവേട്ട എന്ന് പ്രകാശും റാണി ഇങ്ങനെ അലറി വിളിക്കുവാണ്. ശിവൻ ഇങ്ങനെ പതുക്കെ നടന്ന് എരിയുന്ന ശ്മശാനത്തിലോട്ട് ഇങ്ങനെ പോകുന്ന പോലാണ് കാണിക്കുന്നത്. ഇവനിങ്ങനെ അഗ്നിക്കിരയാകാൻ പോകുന്ന പോലെ ഇങ്ങനെ അടുത്ത് പോകുമ്പോൾ ശാലിനി ശിവാന്നിങ്ങനെ അലറുന്ന ഒരു വിളി കേൾക്കാം. അപ്പോൾ പെട്ടെന്ന് ശിവൻ തിരിഞ്ഞു നോക്കുവാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ ശാലിനി മരുന്നും കൊണ്ട് ആ റൂമിലോട്ട് ഓടി വരുവാണ്. ശിവേട്ടാന്ന് വിളിച്ച് ചന്ദ്ര കരയുക. പ്രകാശ് പെട്ടെന്ന് ശാലിനിയുടെ കയ്യിൽ നിന്ന് ആ മരുന്ന് വാങ്ങി ശിവന് ഇഞ്ചക്ഷൻ ചെയ്യുവാണ്. ശിവന്റെ കൺപോളകൾ ഇങ്ങനെ പതുക്കെ ചലിക്കുന്നുണ്ട്. ശിവ എന്നിങ്ങനെ ശാലിനി വിളിക്കുന്നുണ്ട്. പക്ഷേ ശിവന്റെ ആത്മാവാണെന്ന് തോന്നുന്നു. പക്ഷേ ശിവൻ ഇങ്ങനെ അഗ്നിയുടെ അടുത്ത് നിൽക്കുന്ന പോലെ ശിവാന്നിങ്ങനെ ശാലിനി അലർന്നതാണ് കാണുന്നത്. സങ്കടത്തോടെ ഇങ്ങനെ ശിവനെ നോക്കി ശിവാന്ന് വിളിക്കുന്നുണ്ട്. സത്യേ, പപ്പി എന്നിങ്ങനെ ചുണ്ടനങ്ങുവാണ് ശിവന്റെ. ചേച്ചി, ഈ പേരുകൾ തന്നെ അല്പം മുമ്പ് ശിവേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെൻ്റെ മക്കളാ. ശിവൻ അവരെ സ്കൂളിൽ കൊണ്ടുപോവുകയും വരികയും ഒക്കെ ചെയ്യുന്നത്. ചേച്ചി, ശിവേട്ടന് അവരുമായി നല്ല ആത്മബന്ധമുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അവരുടെ പേര് പറയില്ലല്ലോ. ചേച്ചി, നമ്മളിപ്പോൾ മരണത്തിൻ്റെ പിടിയിൽ നിന്ന് തന്നെയാണ് ശിവേട്ടനെ രക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. പപ്പി, സത്യയെ വീണ്ടും വിളിക്കുവാണ്. ദാണ്ട ചേച്ചി, അവരുടെ പേര് തന്നെയാണല്ലോ വീണ്ടും പറയുന്നത്. പിന്നെ ശിവന്റെ വായിന്ന് നാക്ക് കുഴഞ്ഞിങ്ങനെ വീഴുവാണ്. ശാലിനി. ശാലിനിയുടെ ചെവിക്കകത്തോട്ട് ആ ശബ്ദം ഇങ്ങനെ മുഴങ്ങി കേൾക്കുവാണ്. ശിവൻ വീണ്ടും ശാലിനി എന്ന് തന്നെ പറയുക. ശാലിനി ഇങ്ങനെ അതിശയവും സങ്കടത്തോടെ ശിവനെ തന്നെ നോക്കുക. ശാലിനിക്ക് എന്ത് പറയണോ, എന്താ ഇവിടെ നടക്കുന്നത് ഒന്നും അങ്ങോട്ട് ശാലിനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ശാലിനി എന്തൊക്കെയോ മനസ്സിലാക്കുവാണ്. ഇത് ശിവനല്ല, ശിവന്റെ രൂപത്തിൽ തൻ്റെ വിഷ്ണുവേട്ടനാണ്. തൻ്റെ വിഷ്ണുവേട്ടനെ മാത്രമേ ഇങ്ങനെ ശാലിനി തന്നെ ഇങ്ങനെ വിളിക്കാൻ പറ്റൂ. എൻ്റെ മക്കളുടെ പേര് പറയുന്ന കണ്ടോ, എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ആകെ കൺഫ്യൂഷനിലാണ് ശാലിനി. ഇനി ശിവനിലുണ്ടായ മാറ്റം എങ്ങനെ സംഭവിച്ചു, എന്താണ് എന്നൊക്കെ അറിയാനായിട്ട് ശാലിനി ഇന്ന് ശിവന്റെ കൂടെ തന്നെ കൂടുകയും ആ ഹാർട്ട് ഓപ്പറേഷൻ്റെ കാര്യം മനസ്സിലാക്കുകയും എല്ലാം ചെയ്യും. അതിനുശേഷം എന്തായിരിക്കും ശാലിനിയുടെ തീരുമാനം എന്നൊക്കെ റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.